ഇപ്പോൾ കത്തുന്നുണ്ട്, ഇടയ്ക്ക് ഇടയ്ക്ക് കത്തത്തില്ല. ആ എഞ്ചിൻ മാണിയിലേക്ക് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അത് കത്തിക്കുള്ളൂ. ടേപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓട്ടോ സെൻസറിൻ്റെ അവിടെ ടേപ്പ് ചെയ്തിട്ടുണ്ട്, അവിടെ വെള്ളം കയറുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ഷോറൂമിലോട്ട് പോവാണ്, അടൂരിലോട്ട് പോവാണ്. കാരണം വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഇൻഡിക്കേഷൻ കത്തി കിടപ്പുണ്ട് ഇവിടെ. ആ ഇൻഡിക്കേഷൻ ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈസി എന്തെങ്കിലും എറർ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസർ എറർ കയറിയതായിരിക്കണം. കാരണം മഴയത്തോടി സമയത്താണ് ഈ സംഭവം വന്നത്. പിന്നെ അതിനുശേഷം പിന്നെ പോയതില്ല കേട്ടോ. പിന്നെ ചെറിയ തോതിൽ മിസ്സിങ് കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ തിരക്കിയപ്പം ലാംഡ സെൻസർ അല്ലെങ്കിൽ ഓട്ടോ സെൻസറിൻ്റെ അവിടെ വെള്ളം കയറിയോണ്ടായിരിക്കണം ഈ ഒരു എറർ വന്നത്. കാരണം മഴയത്ത് മാത്രമാണ് ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇതിപ്പം ഫുൾ ടൈം കത്തി കിടക്കുവാണ്. അപ്പോൾ ചെറിയ തോതിൽ മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ ഷോറൂമിലോട്ട് പോകാം. ഇപ്പോൾ ഏകദേശം സമയം 10-10:15 അടുപ്പിച്ചാവാറായി. രാവിലെ ചെല്ലാളായിരുന്നു. ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇരുന്നുകൊണ്ട് പിന്നെ അങ്ങ് ഇറങ്ങി. കാരണം ചെറിയ മിസ്സിങ് കാര്യങ്ങൾ വെച്ചിട്ട് ഓട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചു, അതുകൊണ്ടങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഷോറൂമിലോട്ട് പോകാം. വേറെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. അവിടെ ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് നോക്കണം. പിന്നെ ബ്രൈറ്റും കത്തുന്നില്ല. ബ്രൈറ്റ് എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ. ഞാൻ ഒരു LED ബൾബ് ഇട്ടായിരുന്നു ഇതിനകത്ത്. അതിന് അപ്പോൾ ബ്രൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം നോക്കിയ സമയത്ത് ബ്രൈറ്റ് കത്തുന്നില്ല. ബ്രൈറ്റ് പിന്നെ തോന്നിയ സമയത്തേ കത്തുള്ളൂ. അതായത് ഇപ്പോൾ ഈ ഇൻഡിക്കേഷൻ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രൈറ്റ് കത്തും കേട്ടോ. അപ്പോൾ ആ ഒരു സെറ്റപ്പിലേക്കാണ് ഇപ്പം പെട്ട്. അപ്പോൾ ആ ഒരു സെറ്റപ്പിലേക്കാണ് ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ബ്രൈറ്റ് എന്തായാലും ഓൾറെഡി ഇല്ല, കണ്ടോ, ബ്രൈറ്റ് കത്തുന്നില്ല. ചിലപ്പോൾ ഈ ഇൻഡിക്കേഷൻ മാറിക്കഴിഞ്ഞാൽ ബ്രൈറ്റ് കത്തും. ഈ ഇൻഡിക്കേഷൻ മാറണമെങ്കിൽ ജസ്റ്റ് ചിലപ്പോൾ മാറും. ചാവി ഓഫ് ചെയ്തിട്ട് ഓണാക്കി വണ്ടി നൈസിന് സ്റ്റാർട്ട് ചെയ്താൽ ഇൻഡിക്കേഷൻ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട, ഇൻഡിക്കേഷൻ പോയി. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതെന്തായാലും. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കണം. ആ എറർ ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതാണ് എന്താ പരിപാടി. എന്തായാലും നമുക്ക് പോവാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഷോറൂമിൽ എത്തിയേട്ടാ, അടൂരത്ത് ഗ്രാൻഡ് മോട്ടോഴ്സ്. അപ്പം അകത്തേരി പറയാം. ECU റീസെറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് വരുമെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. 2 ദിവസം മുമ്പ് വരുമെന്നാണ് പറഞ്ഞത്. ECU ഒന്ന് റീസെറ്റ് ചെയ്യണമായിരുന്നു. മെൽവിൻ ബ്രോഡുണ്ടോ? തിരക്കാണോ? ECU റീസെറ്റ്, പിന്നെ ഹെഡ്ലൈറ്റ്, ബ്രൈറ്റ് ഇപ്പോൾ കത്തുന്നുണ്ട്. ഇടയ്ക്ക് കത്തത്തില്ല. ആ എഞ്ചിൻ മാണിയിലേക്ക് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അത് കത്തിക്കുള്ളൂ. എന്താണ് സംഭവം എന്നറിയാൻ വയ്യ. ഓ, അവിടെ ഇരിക്കാമെങ്കിൽ. അപ്പോൾ നമ്മുടെ വണ്ടി ഇത് എവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ സെയിം ഒരു വണ്ടി ഇതായിരിക്കുന്നത്. ബ്രോ ഒരു പേരും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് മോച്ചോ മേനിയാക്കി എന്നൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം 2 എല്ലാം XT. ഒന്ന് XT കുറേ അകത്തിരിക്കുന്നത് കേട്ടോ. 2-3 XT അങ്ങോട്ട് അകത്തിരിപ്പുണ്ട്. അപ്പം കുറേ XT ഉണ്ടെന്ന് തോന്നുന്നു പണിയാൻ. ഇപ്പോൾ എല്ലാവരും എടുത്തു തുടങ്ങിയിട്ടുണ്ട്, അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വണ്ടി. ഇപ്പോൾ ഡിമാൻഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഞാൻ ചിലപ്പോൾ വണ്ടി മിക്കവാറും സെയിലാക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ECU റീസെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഏകദേശം ഒരു 130-140 കിലോമീറ്റർ ഓടാൻ കുറച്ച് ടാസ്ക്കാണ്. ഒരു ദിവസം പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു സർവീസ് ഇത്തിരി ലോങ് ആയതുകൊണ്ട് കൊടുക്കാൻ ഒരു പ്ലാൻ ഇല്ലാതില്ല. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ പണി എന്ന് പറയുന്നത് നമ്മൾ ECU റീസെറ്റാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. സംഭവം കുറച്ച് കഴിയുമ്പം ഈ ലൈറ്റും കത്തി പോവുകയും ചെയ്യും, മാഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ ബ്രൈറ്റും കത്തും. അപ്പം എന്തെങ്കിലും എറർ കയറിയിരിക്കുന്നതായിരിക്കണം. പിന്നെ നമ്മുടെ ഓട്ടോ സെൻസറിൻ്റെ അവിടെ ടേപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ വെള്ളം കയറുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിനുശേഷം മഴ പെയ്തതുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ചെക്ക് ചെയ്യാനും പറ്റിയില്ല മഴയത്ത് സീനുണ്ടോ ഇല്ല. വെള്ളം ഒഴിച്ച് നോക്കിയിട്ടൊന്നും വേറെ വിഷയമൊന്നുമില്ല. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള കംപ്ലയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഡ്യുവൽ ഡിസ്കിൻ്റെ സെറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സംഭവം വർക്കിംഗ് ആയിരിക്കത്തില്ല, എന്താ പറയുന്നത്, ഒരു ഷോ പീസായിരിക്കും. പിന്നെ അതേപോലെ നമ്മൾ ക്രാഷ് കാർഡൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. അതേപോലെ നമുക്കൊരു ക്വിക്ക് ത്രോട്ടിലും ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ക്വിക്ക് ത്രോട്ടിലും കാര്യങ്ങളൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ അതെന്തായാലും ഫിക്സ് ചെയ്യും കേട്ടോ ഉടനെ. പിന്നെ ക്രാഷ് കാർഡ് കുറച്ചൊന്ന് വെൽഡ് ചെയ്തെടുക്കാണ്ട് അതും സെറ്റ് ചെയ്യണം.
ഇതും കുറച്ച് പണിയുണ്ട്, ലെയ്ത്ത് വർക്കാണ്. സെറ്റ് ചെയ്ത് നോക്കണം, എങ്ങനെയാണെന്ന് അറിയത്തില്ല, ആരും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്താണ് സംഭവം എന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഏകദേശം 3 കോഡ് സംതിങ് അങ്ങോട്ട് കിടപ്പുണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. അതായത് നമ്മുടെ ലാംഡ സെൻസറിൻ്റെ തന്നെ ഏകദേശം ഒരു 3 എററിനകത്ത് കിടപ്പുണ്ടായിരുന്നു. അത് ഒന്ന് എന്താ പറയുന്നത്, നമ്മൾ കട്ട് ഓഫ് കാര്യങ്ങൾ അടിച്ച സമയത്ത് കയറിയതാണ്. അതേപോലെ കട്ട് ഓഫ് അടിച്ച സമയത്ത് കയറിയതായിരിക്കും, കാരണം എന്ന് വെച്ചാൽ ഞാൻ എക്സോസ്റ്റ് വെച്ചിട്ട് കുറേ കട്ട് ഓഫും കാര്യങ്ങളും അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റീസെറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആ സമയത്ത് കയറിയതായിരിക്കണം. പിന്നെ വേറെ 2 എറർ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതിപ്പം നോർമലായിരുന്ന എററാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ. പിന്നെ ക്വിക്ക് ത്രോട്ടിൽ വെക്കുമ്പം എന്താ പറയുന്നത്, ഈസി റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്വിക്ക് ത്രോട്ട് നമുക്ക് ധൈര്യമായിട്ട് വെക്കുകയും ചെയ്യാം. ഞാൻ വിചാരിച്ചു ക്വിക്ക് ത്രോട്ട് ചെയ്തിട്ട് ഇനി റീസെറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കത്തുന്നുണ്ടല്ലേ? കത്തുന്നോണ്ട് എങ്ങനെയാന്ന് കേൾക്കത്തില്ല, എന്തിൻ്റെയാന്ന് പറയാൻ പറ്റില്ല. ആകെ ഒരു കോഡ് കിടന്നത് വാണിംഗ് കൂടെ വന്നെന്ന് പറഞ്ഞുകൊണ്ടാണ്. വാണിംഗ് വരുന്നുണ്ടെങ്കിൽ അത് കോഡ് വാണിംഗും ഉണ്ടായിരുന്നു. വാണിംഗും ഞാൻ കീ ഓഫ് കുറച്ച് ഓടിയിട്ട് കീ ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കിയപ്പോൾ വാണിംഗും പോയി. അത് കഴിഞ്ഞിട്ട് ഇതും കത്തി. വാണിംഗ് വരുമ്പോൾ ഇത് കോഡ് രജിസ്റ്റർ ആവേണ്ടതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കോഡ് ഫ്ലൈവീൽ കോയിലെ മാത്രമേ ഉള്ളൂ. ഓഹോ, ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കോയിൽ ഒരു കോഡ് ഉണ്ടായിരുന്നോ? സൈഡിലെ കോയിലെ മാത്രമേ ഉള്ളൂ. പക്ഷെ അതാണെന്നുണ്ടെങ്കിൽ പോയാൽ ഒരു കോപ്പ് പോകേണ്ടതാ, പിന്നെ വരേണ്ടതല്ല തന്നെ അല്ലേ? പിന്നെ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ആറാലോണ്ട് കംപ്ലൈൻറ്റോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഹെഡ് ലാമ്പ് കൺട്രോളിംഗ് ഉണ്ട്, ഇതിനകത്ത് റിലേ ഉണ്ട്, അതിൻ്റെ കംപ്ലൈൻറ്റോട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ പോയി വന്നും ചില സമയത്ത് പോകുന്നുള്ളൂ. പക്ഷെ അതിന് ഹാലജനും LED ഇട്ടുകൊണ്ടാണോ? ഇത് വെച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലൂസ് കണക്ഷനെ ആകാൻ കഴിയും. വെച്ച സമയത്ത് വർക്കിംഗ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം നോക്കിയ സമയത്ത് കത്തുന്നില്ല. മാറ്റി വെച്ച് ഇത് കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ വേറെ സാധനം മാറ്റി വെച്ച് നോക്കിയാൽ പിടികിട്ടത്തുള്ളൂ. തന്നെ അല്ലേ? ഇപ്പം കത്തുന്നുണ്ട് എന്തായാലും. അതാണ് ബ്രൈറ്റിൻ്റെ ഇത് ഇൻഡിക്കേഷൻ ഒന്നും കത്തത്തൊന്നുമില്ല. അത് ഡിമ്മ് മാത്രമല്ലേ? ഡിമ്മ് മാത്രമേ ഉള്ളൂ. അങ്ങനൊന്നും കോയിലിനെ കൊണ്ട് വരാൻ ചാൻസ് ഇല്ല. വരാൻ ചാൻസ് ഇതിൻ്റെതായിരിക്കും. ഇതിനകത്ത് റിലേ ഉണ്ട്, ഈ ഭാഗത്തൊരു ഈ ഒരു കനത്തിലൊരു റിലേ പോലത്തെ സാധനമുണ്ട്, അതിൻ്റേതാണ്. അതിന് ഓരോന്നിനും സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് വരാം. പിന്നെ ലൂസ് കണക്ഷൻ വല്ലതും ആണെങ്കിലും ഇനി വരുന്നെങ്കിൽ ഞാൻ നോക്കാമെങ്കിൽ ഇതുവരെ ഉണ്ടോ നോക്കും. ഓക്കെ. പിന്നെ മറ്റേ ഫിൽറ്റർ വെച്ചിട്ടും റീസെറ്റ് ചെയ്തില്ലായിരുന്നു, അത് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അവർ. ഒരു എയർ ഫിൽറ്റർ വെച്ചിട്ടുണ്ടായിരുന്നേ, പെർഫോമൻസ് ഫിൽറ്റർ. ഗൈസ്, ഇപ്പോൾ നമ്മുടെ വണ്ടി ഇതാ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ചെയിൻ ടൈറ്റ് ചെയ്തു, അതേപോലെ ഹെഡ്ലൈറ്റിൻ്റെ ആ റിലേയുടെ യൂണിറ്റ് മാറി. പിന്നെ നമ്മുടെ ECU ഒന്ന് റീസെറ്റ് ചെയ്തു, ഓട്ടോ സെൻസറൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡിക്കേഷനും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റിൻ്റെ റിലേ കേട്ടോ. അപ്പോൾ ഈ സംഭവം കംപ്ലൈൻ്റ് ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് മാറി കഴിഞ്ഞപ്പോൾ ഹെഡ്ലൈറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇടുന്ന സമയത്ത് ചില സമയത്ത് വർക്കാവും, ചില സമയത്ത് വർക്കാവുന്നില്ല, നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സ്കീമിലാണ് ഇരുന്നത്. അപ്പോൾ അതൊന്ന് മാറി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിലോട്ട് പോവുക. ഇതിന് ഏകദേശം 1069 രൂപ റേറ്റ് വരും കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ പരിപാടി. ഇത് ഞാൻ പ്രതീക്ഷിക്കാതെ മാറിയതാണ്, ഞാനത് മാറേണ്ടത് വിചാരിച്ച് വന്നതല്ല. അപ്പോൾ എന്തായാലും മാറി കേട്ടോ. അപ്പോൾ ഇനി നേരെ വീട്, മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നേരെ പോവാം. ചെറിയൊരു മിസ്സിങ് ഉണ്ടായിരുന്നു, അതിപ്പം ഇല്ല. ഓടിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. അപ്പം പോവാം. അപ്പം ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എന്നതാ ഇത് ശരിയായിട്ടില്ല. അപ്പോൾ അത് മിക്കവാറും മാറേണ്ടി വരും കേട്ടോ. ഓട്ടോ സെൻസർ എന്തായാലും മാറേണ്ടി വരും. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് റെഡിയാക്കി വെച്ചിരുന്നതാണ്, പക്ഷേ റെഡി ആവുന്നില്ല. അപ്പോൾ എന്തായാലും മാറണം വാറൻറ്റിയിൽ. അപ്പോൾ എന്തായാലും വാറൻറ്റിയിൽ മാറാം. വാറൻറ്റി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ പെട്ടുപോകും. ഇനിയിപ്പോൾ മിസ്സിങ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാം.
ഇനി വന്ന സമയത്ത് ചെറിയൊരു മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്താണ് അവസ്ഥ എന്ന് അറിയാൻ വയ്യ, നോക്കാം. അപ്പോൾ എനിക്ക് വണ്ടി ഓടിച്ചിട്ട് മിസ്സിങ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇൻഡിക്കേഷൻ കത്തി കിടക്കുന്നതുകൊണ്ട് ഒരിത് എന്താ പറയുന്നത്, അത് ആ ഓട്ടോ സെൻസർ, അതായത് ലാംഡ സെൻസർ, എനിക്ക് തോന്നുന്ന വെള്ളം അടിച്ചിട്ട്, അതായത് മഴയത്തോടുന്ന സമയത്ത് ഡയറക്റ്റ് അതിനകത്ത് തന്നെ വെള്ളം അടിച്ചിട്ട് അത് പോയതായിരിക്കണം. വേറെ ഒന്നും ആവാൻ വഴിയില്ല. ഇപ്പോൾ ചാവി ഓഫാക്കിയിട്ട് ഓണാക്കിയ സമയത്ത് ആ ഇൻഡിക്കേഷൻ പോയി കഴിഞ്ഞു. അപ്പോൾ ഇത് പിന്നെയും വരവില്ലെന്ന് അറിയാൻ വയ്യ. എന്തായാലും നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതിനകത്തൊരു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു പഴയ ഒരു ലാംഡ സെൻസറാണ്, ഷോറൂമിൽ കിടന്ന ഒരു ലാംഡ സെൻസറാണ്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി അറിയാൻ വയ്യ. എന്തായാലും ഇൻഡിക്കേഷൻ കാണിച്ചു. എൻ്റെ ഇരിക്കുന്ന ലാംഡ സെൻസർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ലാംഡ സെൻസർ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നത് ഷോറൂമിൽ ഇരുന്ന ഒരു ലാംഡ സെൻസറാണ്. അതായത് അവിടെ ഏതോ വണ്ടിക്കൊന്ന് മാറി ലാംഡ സെൻസറാണ്. അപ്പം അത് കംപ്ലൈൻ്റ് ആണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി അറിയാൻ വയ്യ. എന്തായാലും ഇൻഡിക്കേഷൻ കാണിച്ചു. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ലാംഡ സെൻസർ വെച്ചപ്പോൾ എപ്പോഴും ഇൻഡിക്കേഷൻ ആയിരുന്നു. പക്ഷേ ഇത് വെച്ച സമയത്ത് ഇൻഡിക്കേഷൻ അങ്ങനെ കാണിച്ചില്ല. ഒരു പ്രാവശ്യം കത്തി അങ്ങ് ഓഫായി പോയി കേട്ടോ അത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. മിസ്സിയോ കാര്യങ്ങൾ എന്തെങ്കിലും അടിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും മാറേണ്ടി വരും. അല്ലാതെ വേറെ വകുപ്പൊന്നുമില്ല. അപ്പോൾ മഴയത്ത് വീഡിയോ എടുക്കാൻ ടാസ്ക്കാണ്, നടക്കത്തില്ല. അപ്പോൾ എന്തായാലും നൈസായിട്ട് ഞാൻ GoPro വെക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ വഴിയെ. അപ്പോൾ ഇത്രയും തന്നെയുള്ള വീഡിയോ, അത് ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതിപ്പോൾ നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.